നമ്മൾ ഈ കാണുന്നതാണ് 1000 വർഷക്കുള്ള ജുമാഅത്ത് പള്ളിൻ്റെ ജസ്റ്റ് ബാക്കിൽ കാണുന്ന ഷെയ്ഖ് ജിഫ്രി എന്ന് പറയുന്ന ജിഫ്രി തങ്ങൾ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ജിഫ്രി തങ്ങൾ കുടുംബത്തിൽപ്പെട്ട അവരെ ഇതാണ് ഈ ഏരിയയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ അവരെ തലമുറകളാണ് ഇവിടെ ഉള്ളത്. അവരെ മഖാമുണ്ട് ഉള്ളിൽ, പിന്നെ പ്രാർത്ഥനകൾ നടക്കുന്ന സ്ഥലമൊക്കെ അതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഇതൊരു ഏകദേശം ഒരു മസ്ജിദിൻ്റെ രൂപത്തിലാണ് ഈ മഖാം ഉണ്ടാക്കിയത്, അതാണല്ലേ. പിന്നെ ഞാൻ അപ്പുറത്തേക്ക് പോയിട്ട് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അവരെ തലമുറയുള്ള തങ്ങന്മാരുണ്ട്, അവരോട് സംസാരിച്ചതിന് ശേഷം കാണിച്ചു തരാം. മുഹമ്മദ് ജിഫ്രി റഹ്മത്തുള്ളാഹി അലൈഹി വനഫാന എന്ന് വെച്ചാൽ 1239 ഹിജ്റ വർഷം ജനിച്ച് പിന്നെ 1222 വഫാത്താവുന്നത്. ഇവർ ഒരുപാട് കഥകളുണ്ട്. ഇവർ ഒരു ഹാലിം ആയിരുന്നു. അപ്പോൾ ഇവരെ പരീക്ഷിക്കാൻ വേണ്ടി ഒരിക്കലും ടിപ്പു സുൽത്താൻ പറയാതെ കണ്ട് വേഷം മാറി പ്രച്ഛന്ന വേഷമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെന്നൊക്കെ കഥകൾ. അപ്പോൾ അവർ സുൽത്താൻ്റെ ഒരു തലമുറ ഉണ്ട് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കണം. കാരണം ഇവിടെ ഒരുപാട് ഡിവോട്ടികൾ വരും വരെ തങ്ങളെ തലമുറക്കാരെ കാണാൻ വേണ്ടിയിട്ട്. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇവിടെ ജുമാഅത്ത് മസ്ജിദ്, മിഷ്കാൽ പള്ളി, മുച്ചുണ്ടി പള്ളിയൊക്കെ കാണാൻ വന്നപ്പോൾ ജിഫ്രി തങ്ങളുടെ ഇതൊന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടുതൽ വിവരങ്ങൾ പിന്നെ ജനങ്ങളെ അറിയിക്കാൻ. കാരണം കുറേ പേർക്ക് അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഷേഖ് ജിഫ്രി എന്ന് പറഞ്ഞത് പാപ്പ 20-ാം വയസ്സിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വപ്ന നിർദ്ദേശപ്രകാരം യമനിലെ ഹദർമൗത്തുനിന്ന് തിരിയും എന്ന സ്ഥലത്ത് നിന്ന് ദീനി ദൈവത്തിന് വേണ്ടി മലബാറിലേക്ക് പുറപ്പെട്ടതാണ്. അങ്ങനെ പാപ്പ പായക്കപ്പൽ വന്ന് കൊയിലാണ്ടി പന്തലായിനി അവിടെ പായക്കപ്പൽ വന്നിറങ്ങി. അന്നത്തെ ഇവിടുത്തെ കോഴിക്കോട് ഖാദിയായ മഹദി അബ്സുലാം ഖാദി പാപ്പനെ സ്വീകരിച്ച് കൊണ്ടുവന്നത് നാടുവാഴി അവിടുത്തെ സാമുദ്രി മാനുക് രാജാവിൻ്റെ സന്നിധാനത്തിൽ കൊണ്ട് പരിചയപ്പെടുത്തി. സാമുദ്രി രാജാവ് പാപ്പനെ ആദരവും സ്വീകരിച്ച് ഈ പാപ്പ ഖബറിന് സ്ഥലം ചോദിച്ചപ്പോൾ ഈ പാപ്പക്ക് ഒന്നായിട്ടൊരു 5 ഏക്കർ സ്ഥലം കൊടുത്ത്. തങ്ങൾസ് റോഡ് നമ്മളെ റോഡൊക്കെ അതൊക്കെ വിട്ടുന്ന കാട് പ്രദേശമായിരിക്കും ഒന്നായി കൊടുത്തിട്ടുണ്ടാവും. ഈ തങ്ങൾസ് റോഡ് എന്ന പേര് ഈ പാപ്പൻ്റെ പേര് ഈ ജിഫ്രി പാപ്പൻ്റെ പാരമ്പര്യ പേര് വന്ന. അപ്പോൾ അങ്ങനെ ഈ പാപ്പ അപാര പാണ്ഡിത്യത്തിൻ്റെ ഉടമയാണ്. ആ കാലഘട്ടത്തിൽ തെക്കേ ഇന്ത്യ ഒന്നായിട്ട് ഭരിക്കുന്നത് ടിപ്പു സുൽത്താനാണ്. ടിപ്പുവിൻ്റെ കീഴിലാണ് ആര് ഈ മാനുക് രാജാവ്. പിന്നെ മാനുക് രാജാവ് എന്ന് പറഞ്ഞാൽ ടിപ്പുവിനെ ഫൈറ്റ് ചെയ്താൽ കഴിച്ചിട്ട് നിങ്ങളുടെ അക്കാലത്ത് കപ്പം കൊടുത്തിട്ട് ഭരിക്കുന്ന കാലഘട്ടമാണ്. കൊല്ലത്ത് ഇത്ര വീതം ധാന്യമായിട്ടോ പൈസ അടിച്ച് ചോദിച്ചാൽ കൊടുക്കണം, അല്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരാളാണ് ഈ സാമുദ്രി മാനുക് രാജാവ്. അപ്പോൾ ടിപ്പു സുൽത്താൻ ഇയാൾ കപ്പം വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ ടിപ്പുവിനോട് ഇയാൾ പറഞ്ഞാണ്ട് ഒരു മഹാനുണ്ട്, ഒന്ന് പോയി നോക്കണം. അതിനിപ്പാപ്പ ഇരുന്ന ബെഞ്ചുണ്ട് മഖാമിൻ്റെ ഉള്ളത്തിൻ്റെ ഇപ്പാപ്പ കിതാബ് നോക്കിയിരിക്കുകയാണ്. 100 കുതിരപ്പുള്ളാടിയിട്ട് ഇവിടെ വന്ന് അപ്പോൾ ജനങ്ങൾ സംഭിച്ചിരിക്കും. കാരണം പാപ്പ ബെഞ്ചിൽ പാപ്പ കിതാബിനെ നോക്കണുള്ളൂ, ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ടിപ്പാണെന്ന് അറിയാതെ വരുന്നത് ടിപ്പു എന്ന് അറിയില്ല. എല്ലാ ജനങ്ങളെ ഫോട്ടോ കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ കുതിരപ്പുറത്തുനിന്ന് ആൾ ഇറങ്ങി പാപ്പ അങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ തെക്കേന്ത്യ ഭരിക്കുന്ന രാജാവ് വന്നാൽ അയാളെ ബഹുമാനാർത്ഥം സ്വീകരിച്ചില്ലെങ്കിൽ അയാൾ തുറുങ്കിലിടാൻ കൽപ്പിക്കുന്ന കാലഘട്ടമാണ്. രാജാവിന് എന്താ തോന്നുന്ന കാലത്ത് ഏകാധിപത്യം വരണം, അങ്ങനെയാണ്. രാജാവിന് എന്താ തോന്നുന്നത് അതാണ് നിയമക്കാലത്ത്. ജനങ്ങളെ സംഭിച്ചിരിക്കും എന്താ അവിടെ സംഭവിക്കാൻ. അപ്പോൾ അവസാനം ഒരു ഫക്കീർ വന്ന് പാപ്പൻ്റെ അടുത്ത് വന്നപ്പോൾ പാപ്പ തല പൊന്തിച്ച് ആലിംഗനം ചെയ്യുന്നു. നോക്കുമ്പോൾ അതാണ് ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ മനസ്സിലായി, ഇത് മഹാനെന്ന് മനസ്സിലായി. ടിപ്പു പാപ്പന് 35 വയസ്സ് വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് 35 വയസ്സേ ഉള്ളതാ ടിപ്പു സുൽത്താൻ. മമ്പർത്തങ്ങൾ വന്നിട്ട് പവനും പെങ്ങളും വന്ന മമ്പർത്തങ്ങൾ അത് 35 വയസ്സാണ്. ഒരു ഉറുസ് 150 കൊല്ലായി, പാപ്പന് 224 കൊല്ലായി. അങ്ങനെ ടിപ്പു മഹാനെന്ന് കണ്ടപ്പോൾ പാപ്പൻ്റെ ശിഷ്യ സ്വീകരിച്ച് മുരീദായി. ശ്രീരംഗപട്ടണത്തിൽ രേഖയൊക്കെ ഉണ്ട്. അവിടുത്തെ ആൾക്കാർ വന്നിട്ട് നോക്കിയിട്ട് നമ്മൾ 50 കൊല്ലം മുന്നേ 55 കൊല്ലം മുന്നേ ഇവിടെ വന്ന് കാണിച്ചത് നമുക്ക്. അങ്ങനെ ടിപ്പു പാപ്പനോട് ചോദിച്ചു, എനിക്ക് ഭൂമി ഇനാധാരമായിട്ട് വേണമെന്നൊക്കെ ചോദിച്ചു. എനിക്ക് ദുനിയാവ് വേണ്ട, ഒരു കുളം കുത്തണം. അതാണ് മാനാഞ്ചര കുളം ടൗണിലുള്ള. പാപ്പ സ്ഥലങ്ങൾ കുടിക്കാനാണ്, കുളിക്കാനല്ല എന്ന് പറഞ്ഞു. ഇന്നും അത് കുടിക്കാനോ ഉപയോഗിക്കും, കുളിക്കാനല്ല. അതിപ്പോൾ കോർപ്പറേഷൻ ഏറ്റെടുത്തിട്ട് കോർപ്പറേഷനാണ് കൊടുക്കുന്നത്. അത് കുളിച്ചാൽ 500 രൂപ ഫൈനാണ്. ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് പഴയ ലോ കോളേജ് ഉണ്ട് ടൗണിൻ്റെ അടുത്തുള്ള, അതിൻ്റെ അടുത്തൊരു കിണറുണ്ട്. ആ കിണറ്റത്തെ വെള്ളം ഉപ്പ് രസമാണ് പറയും. ഇത് നല്ല ശുദ്ധ വെള്ളം. അപ്പം അവൻ്റെ കറാമത്തുമാണത് അത് കാണുന്നത്. അങ്ങനത്തെ അതിൻ്റെ ചരിത്രത്തിൽ അതെ ടിപ്പുവിനോട് പറഞ്ഞിട്ട് ഇന്ന സ്ഥലത്ത് എനിക്ക് ഒരു കുളം വേണമെന്നാണ് പറയുന്നത്. ഒരു കുളം കുത്താൻ പറഞ്ഞു. ആ കുളം കുടിക്കാനാണ്, കുളിക്കാനല്ല. അപ്പം അതൊരു കറാമത്ത് ഇന്ന് കുടിക്കാനാണ് ഉപയോഗിക്കുന്നത്, കുളിക്കാനല്ല. നിശ്ചിത വാടക കൊടുത്താലായിരിക്കും കിട്ടും അത് വെള്ളം. അതിൻ്റെ ചരിത്രം നമ്മുടെ വാപ്പൻ്റെ അപ്പം പാണക്കാട് ഇവിടെ കല്യാണം കഴിച്ചതാ. പാണക്കാട് എതിർശാപ്പ് നമ്മൾ വാപ്പൻ്റെ ഇളാപ്പൻ മക്കളാ.
എൻ്റെ അമ്മൻ്റെ ബാപ്പൻ്റെ എളപ്പാണ് പാണക്കാട് PMS തങ്ങൾ. ഓക്കെ. അമ്മ ബൈക്കും ബാപ്പ ബൈക്കും എളപ്പ. ബാപ്പൻ്റെ ബാപ്പ പാണക്കാട് ഹരിദ്രേഷൻ മൂത്താപ്പൻ്റെ മോൻ എൻ്റെ ബാപ്പ ഫസൽ തങ്ങൾ. ഇവിടെ കല്യാണം ചെയ്ത് ബാപ്പ ഉണ്ടായത്. ബാപ്പൻ്റെ അമ്മ ജിഫിരിയാണ്. ബാപ്പൻ്റെ പേരക്കുട്ടി ബാപ്പ. നമ്മൾക്ക് ഷിയാബ് കബീലാണ്. ഹൈദർ ഷിയാബിൻ്റെ മോളെ കിട്ടി എൻ്റെ പെങ്ങളെ മോനാ. ഇപ്പോൾ കുവൈത്തിലാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് കല്യാണമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ സാദിക്കലിൻ്റെ മൂത്ത മോൻ കിട്ടി എൻ്റെ പെങ്ങളെ മോള. ആ ബന്ധുണ്ട്. ആ ചെറുപ്പത്തിൽ ഇവിടെ എല്ലാ അലിമികളും കണ്ണിയത്ത മുസ്ലാറ്റെ ഷംസുൽ ഇ കെ മുസ്ലാട്ടേക്ക് കെട്ടിമാൻ മുസ്ലാട്ടേക്ക് ഓട്ടുമല മുസ്ലാരൊക്കെ ഇവിടെ വരും. കണ്ണിയത്ത മുസ്ലാർ, പിന്നെ കൂറ്റാട് കെ മുസ്ലിയാർ, തഴവ മുസ്ലിയാർ, പിന്നെ വാണിയമ്പലം അബ്ദുൽ മുസ്ലിയാർ, ഒതുക്കുങ്ങൽ എന്നിക്കുട്ടി മുസ്ലിയാർ, CH ഐദുർ മുസ്ലിയാർ, KT മാനു മുസ്ലിയാർ, CH മുഹമ്മദ് മുസ്ലിയാർ, ഇബിന് കുത്തുബിൻ്റെ മകന്, പിന്നെ തേര് മുസ്ലിയാർ വലിയ പണ്ഡിതനായിരുന്നു. അയാളെ പെങ്ങളെ മോനാണ്. ഈ തലമുറ എത്ര പേരാ? ഇന്നത്തെ തലമുറൻ്റെ 7 ആൺകുട്ടികളും ഒരു പെണ്ണും. എല്ലാവരും ഇപ്പം ഉണ്ടോ? എല്ലാവരും എന്തായാലും ഉണ്ട്. എല്ലാവരും ഉണ്ട്. അല്ല ഈ പരിസരങ്ങളിലാണോ? ഓരോരുത്തർ ഭാഗത്തായിട്ട്. എൻ്റെ ജ്യേഷ്ഠനെ ഇവിടെ വേണം. പിന്നെ 5 അമ്മമാർ ഒരു ഗൾഫിൽ 2 ആളുണ്ട്. ഉണ്ട്. ഇവിടെ ഇപ്പം നിങ്ങളുടെ ഇതിലാണ് ഒക്കെ. അതല്ല നമ്മൾ അത് എന്താ അപ്പുറം കാണുന്നത്? വീട് നിങ്ങളെ വീടാ? നമ്മൾ തറവാട് ജനിച്ച. ഇത് നിങ്ങളെ ഓഫീസ്? ആൾ വന്നാൽ ചികിത്സിക്കാൻ പിടിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളാണ്. കഴിഞ്ഞോ? ഓക്കെ. അപ്പോൾ വളരെ സന്തോഷം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും. കണ്ട് പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഒരുപാട് അഡ്രസ്സ് ഞാൻ തരാം. ഞാൻ തിങ്കൾ ചുവപ്പത്തിന് ഉണ്ടാവുകൊണ്ട് പോയ ചികിത്സക്ക് വേറെ സ്ഥലത്ത് പോകണത് കേട്ടോ. ആയിക്കോട്ടെ. ഇതാണ് ഇവരെ എൻ്റെ പേര് കേട്ടോ. സയ്യിദ് ജാഫർ ഷിഹാബ് തങ്ങളാണ് അഡ്രസ്സ്. ഇതാണ് ജിഫ്രിയുടെ ഖബറിടാണ് കാണുന്നത്. 224 കൊല്ലം പഴക്കമുള്ളതാണ്. ഇത് മൂപ്പരുടെ മകൻ. ഇത് അവരുടെ മകനാണ് അബ്ദുല്ല ജിഫ്രി. ഇതിന്റെ പാപ്പ ഫസൽ പുക്കത്ത്. ഇത് ഇവിടെ കാണുന്ന താഴെ അത് പാപ്പന്മാരെന്നാ. ഇതിൽ പാപ്പന്റെ 3 ഭാര്യമാരുണ്ട്. രേഖപ്പെടുത്തി ആരും അറിയില്ല. പാപ്പക്ക് വലിയ 100 അപ്പുറമല്ല. ഏതാണെന്ന് അറിയില്ല. പക്ഷേ 3 ആളുണ്ട് തന്നെ പറയപ്പെടുന്നു. അത് പാപ്പ ഫസൽ. ഇത് പാപ്പന്റെ മയ്യത്ത് കുളിപ്പിച്ച ബെഞ്ചാണ് കേട്ടോ. പാപ്പന്റെ മയ്യത്ത് കുളിപ്പിച്ച ബെഞ്ചാണ് ഇത് അല്ലേ? ഈ ബെഞ്ചിന്റെ പ്രത്യേകത കണ്ടോ? ഷെയ്ഖ് ജിഫ്രി എന്ന് പറഞ്ഞാൽ കാണുന്ന അവരെ മയ്യത്ത് കുളിപ്പിക്കാൻ ഉപയോഗിച്ച ബെഞ്ചാണ് അത്ര. ഇപ്പോഴും അതുപോലെ നിലനിർത്തിണ്ട്. ഏകദേശം 224 കൊല്ലം അല്ലേ വഫാത്തായിട്ട്. അതിന് മുന്നേ ബെഞ്ച് ഉണ്ടാവും. ഇത് ടിപ്പു സുൽത്താന്റെ ബെഞ്ചാ. ടിപ്പു ഇരുന്ന ബെഞ്ചാ. അവൻ മുരീദും കൂടിയാ. ഓക്കെ. ടിപ്പു വരെ കാണാൻ വന്നപ്പോ ഇരുന്ന ബെഞ്ചാ. അതെ അല്ലേ? ഇരുന്നൊക്കെണ്ടാവും. ഇത് പാപ്പനെ ഉപയോഗിച്ച മുസാഫാണ്. കയ്യെഴുത്ത് പ്രതിയാണ് കേട്ടോ. ഇതും കയ്യെഴുത്ത്. ഇത് ജിഫ്രി തങ്ങൾ ഉപയോഗിച്ചതാ മുസാഫാണ്. മുസാഫ് പക്ഷെ എല്ലാം കൈകൊണ്ട് എഴുതിണ്ടാക്കിയ. അതവിടെ എഴുതി നാദാ മക്തബ് അൽ സയ്യിദ് ഷെയ്ഖ് ജിഫ്രി ബിൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു. അതിന് മുപ്പാപ്പന്റെ കിതാബാണ്. അവരേതാ തലമുറ ഇത് കംപ്ലീറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ട്രീ, ഫാമിലി ട്രീൻ്റെ. ഈ ലാസ്റ്റിലത്തെ അത് ഇതോ ഇതിന്റെ പാപ്പ ഫസൽ പൂക്കാത്തങ്ങൾ. ഫസൽ പൂക്കാത്തങ്ങൾ 2010 അവിടെ ഉണ്ടല്ലേ. സയ്യിദ് ഫസൽ ഷിഹാബ് തങ്ങളുടെ സയ്യിദ് ഫസൽ പൂക്കാത്തങ്ങൾ. അപ്പോൾ ഇതാണ് ഷെയ്ഖ് ജിഫ്രീൻ്റെ മഖാം. അപ്പോൾ എന്തായാലും ഒരു ഭാഗ്യത്തിന് മാത്രം എനിക്ക് ഇവിടെ ഇത് വീഡിയോ എടുക്കാൻ പറ്റിയതും പരിചയപ്പെടാനും കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരും കണ്ട ഒരുപാട് പഴയ ഖുർആൻ്റെ ഒരുപാട് പഴയ ഇവിടെ നേർച്ചക്കന്ന് ഓതാനുള്ള ഉപയോഗിച്ചാണ്. കത്ത് ഓതുമ്പോഴൊക്കെ ഓരോ ജ്യൂസ് ഇങ്ങനെ കൊടുക്കുക. മതി